എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റർ PSCയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CPO, WCPO, SA പോലുള്ള യൂണിഫോം തസ്തികകളിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ടുള്ള BNSSൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത്. BNSSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. എൻ്റെ ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് നിയമത്തിന് ബദലായിട്ടാണ് ഈ ഒരു BNSS നിലവിൽ വരുന്നത്? ഏത് നിയമത്തിന് ബദലായിട്ടാണ് ഈ ഒരു BNSS നിലവിൽ വരുന്നത്? 1973 പാർലമെന്റ് പാസ്സാക്കപ്പെട്ട ഒരു നിയമമാണ് CRPC എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, CRPC ഇതിന് വേണ്ടിയിട്ട് പഠിക്കണോ അതോ BNSS മാത്രം പഠിച്ചാൽ മതിയോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടാകും. CRPC പഠിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 1973 CRPC പാസ്സാക്കപ്പെടുന്നത്. 1974 ഡിസംബർ 25 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന VV ഗിരി ഈ ഒരു നിയമം ശരിവെച്ച് ഒപ്പുവയ്ക്കുന്നു. അതിനുശേഷം 1974 ഏപ്രിൽ 1 ഈ ഒരു നിയമം നിലവിൽ വരുന്നത്, CRPC നിലവിൽ വരുന്നത്. ലാ കമ്മീഷന്റെ 41ാമത് റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു CRPC നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന ആദ്യത്തെ ഒരു നിയമം എന്ന് പറയുന്നത് നമ്മുടെ CRPC ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ CRPCയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഇനി BNSSലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസിൽ തന്നിരിക്കുന്ന 10 ഡെഫിനിഷൻസിനെ കുറിച്ചാണ്. ഈ ഒരു ഡെഫിനിഷൻസിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് 2A. നമ്മുടെ ബെയർ ആക്ടിലൊക്കെ 2-ൽ 1A, 1B, 1C അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നത് 2A, 2B, 2C ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, ആദ്യത്തെ സെക്ഷൻ ആയിട്ടുള്ള 2A പരാമർശിച്ചിരിക്കുന്നത് വീഡിയോ ഓഡിയോ ഇലക്ട്രോണിക് മീൻസ് ദൃശ്യശ്രവ്യ ഇലക്ട്രോണിക് മാർഗം എന്നതിനെ കുറിച്ചാണ് 2A പരാമർശിച്ചിരിക്കുന്നത്. ഇതിൽ പരാമർശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ കോൺഫറൻസിങ്, തിരിച്ചറിയൽ പ്രക്രിയ, പരിശോധനയും പിടിച്ചെടുക്കലും അല്ലെങ്കിൽ തെളിവ് എന്നിവയുടെ നടപടിക്രമങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ പരാമർശിച്ചിരിക്കുന്നത്. 2A പരാമർശിച്ചിരിക്കുന്നത് വീഡിയോ കോൺഫറൻസിങ്, തിരിച്ചറിയൽ പ്രക്രിയ, പരിശോധനയും പിടിച്ചെടുക്കലും അല്ലെങ്കിൽ തെളിവ് എന്നിവയുടെ നടപടിക്രമങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസുകളെ കുറിച്ചാണ് ഈ ഒരു സെക്ഷനിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ 2A നമ്മൾ മനസ്സിലാക്കി. ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് ഇതാണ് 2A പരാമർശിച്ചിരിക്കുന്നത്. ഈ ഒരു സെക്ഷന് മനസ്സിലായി വിശ്വസിക്കുന്നു. CRPCയിൽ ഇത്തരത്തിലൊരു കാര്യം പരാമർശിക്കുന്നില്ല. കാരണം 1973 പോലെയുള്ള കാലങ്ങളിലൊക്കെ ഈ ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊരു കാര്യം നമ്മൾ കോമൺ സെൻസിൽ ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു 2025 നിൽക്കുന്ന കാലയളവിൽ ഈ ഒരു ഇലക്ട്രോണിക് യുഗത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. തെളിവായിട്ടൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ ഓഡിയോ വീഡിയോ പോലുള്ളവയൊക്കെ. അപ്പം ഈ ഒരു സെക്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നതിന് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. 2Cയിലാണ് ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. 2Cയിലാണ് ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. CRPCയുടെ 1ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ ഉള്ള ഏതെങ്കിലും നിയമത്തിൽ ബെയിലബിൾ ആണെന്ന് പരാമർശിച്ചിട്ടുള്ള കുറ്റങ്ങളെയാണ് ബെയിലബിൾ ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഒരു പെറ്റി കേസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് സ്റ്റേഷനിൽ നേരിട്ട് ചെന്ന് ജാമ്യം എടുക്കാവുന്ന അതുപോലുള്ള ചെറിയ നോൺ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളാണ് ബെയിലബിൾ ഒഫൻസിൽ പരാമർശിക്കുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ജാമ്യം പോലും നമുക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കരസ്ഥമാക്കാൻ സാധിക്കത്തില്ല. കോടതി ചെന്നിട്ട് വേണം അത്തരം സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങൾക്ക് ജാമ്യം ലഭിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 സെക്ഷൻസ് പഠിച്ചു. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 2Aയിലാണ്. 2Aയിൽ പരാമർശിച്ചത് എന്താണ്? ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് 2C ആണ്. 2Cയിൽ നമ്മൾ മനസ്സിലാക്കിയത് ബെയിലബിൾ ആൻഡ് നോൺ ബെയിൽ ഒഫൻസിനെ കുറിച്ചാണ്. നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 2G ആണ്. 2Gയിൽ പരാമർശിച്ചിരിക്കുന്നത്
കോഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ചാണ് 2Gയിൽ പരാമർശിച്ചിരിക്കുന്നത്. മുമ്പത്തെ സെക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ CRPCയുടെ 1-ാം ഷെഡ്യൂളിൽ പരാമർശിച്ചിട്ടുള്ളതും അതുപോലെ നിലവിൽ പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിൽ കോഗ്നൈസബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളതും കൂടാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതുമായിട്ടുള്ള കുറ്റങ്ങളെയാണ് കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. എന്താണ്? CRPCയിലെ ഫസ്റ്റ് ഷെഡ്യൂളിൽ പരാമർശിച്ചിട്ടുള്ളതും നിലവിൽ പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിൽ കോഗ്നൈസബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളതും കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതുമായിട്ടുള്ള കുറ്റങ്ങളെയാണ് കോഗ്നൈസബിൾ ഒഫൻസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം 3 സെക്ഷൻസ് നമ്മൾ പഠിച്ചു. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 2A ആയിരുന്നു. 2Aയിൽ നമ്മൾ പഠിച്ചത് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് നിങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ പഠിച്ചത് 2C ആണ്. 2Cയിൽ നമ്മൾ പഠിച്ചത് എന്നാന്ന് വെച്ചാൽ ബെയിലബിൾ ആൻഡ് നോൺ ബെയിൽ ഒഫൻസിനെ കുറിച്ചാണെന്നും ബെയിലബിൾ ഒഫൻസിനെ കുറിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചത് 2G ആണ്. Gയിൽ നമ്മളിപ്പോൾ പഠിച്ചത് കോഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ചാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെക്ഷനാണ് നോൺ കോഗ്നൈസബിൾ ഒഫൻസ്. 2Oയിലാണ് നോൺ കോഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. 2Gയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ടോട് കൂടി മാത്രം അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റങ്ങളാണ് നോൺ കോഗ്നൈസബിൾ ഒഫൻസിൽ ഉൾപ്പെടുന്നത്. ഇവിടെ വാറണ്ടോട് കൂടി മാത്രമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു വ്യക്തിയെ തൻ്റെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ 4 സെക്ഷൻസ് പഠിച്ചു. ആദ്യത്തെ സെക്ഷനിൽ 2A ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്, അതിനുശേഷം 2Cയിൽ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസിനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം 2Gയിൽ കോഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ചും 2Oയിൽ നോൺ കോഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ചും പഠിച്ചു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമ്മൾ സെക്ഷനിലേക്ക് കടക്കുകയാണ്. അടുത്ത സെക്ഷനിൽ 2Hൽ പരാമർശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കംപ്ലൈൻറ്റ് എന്താണെന്നതിനെ കുറിച്ചാണ് 2Hൽ പരാമർശിച്ചിരിക്കുന്നത്. ഒരു മജിസ്ട്രേറ്റ് ഈ സംഹിതയിൻ കീഴിൽ നടപടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടെ വാക്കാലോ ലിഖിതമാലോ അറിയപ്പെടുന്ന ഒരു വ്യക്തിക്കോ അറിയപ്പെടാത്തൊരു വ്യക്തിക്കോ എതിരായിട്ട് പോലീസ് റിപ്പോർട്ട് ഒഴികെ നൽകപ്പെടുന്ന ഈ ഒരു വസ്തുതയാണ് പരാതി അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് എന്നതിൽ ഉൾപ്പെടുന്നത്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. പോലീസ് റിപ്പോർട്ട് ഒഴികെ ഒരു മജിസ്ട്രേറ്റ് ഈ സംഹിതയിൻ കീഴിൽ നടപടിയെടുക്കണമെന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വാക്കാലോ ലിഖിതമാലോ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. 2Cയിൽ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസിനെ കുറിച്ച് കണ്ടു. 2Gയിൽ കോഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ച് കണ്ടു. 2Oയിൽ നോൺ കോഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ച് കണ്ടു. അതിനുശേഷം ഇപ്പം 2Hൽ കംപ്ലൈൻറ്റിനെ കുറിച്ച് കണ്ടു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 2K ആണ്. 2Kയിൽ പരാമർശിച്ചിരിക്കുന്നത് ഇൻക്വയറിനെ കുറിച്ചാണ്. എന്താണ് ഇൻക്വയറി എന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ 2K ആണ്. ഈ സംഹിതയിൻ കീഴിൽ ഒരു മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ കോടതിയോ വിചാരണ ഒഴികെ നടത്തുന്ന മറ്റെന്തും ഇൻക്വയറി എന്നതിൽ ഉൾപ്പെടുന്നു. എന്താണ്? ഒരു കോടതിയോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റോ ഈ ഒരു സംഹിതയിൻ കീഴിൽ നടത്തുന്ന വിചാരണ ഒഴികെയുള്ള മറ്റെന്തും ഇൻക്വയറി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മളിപ്പം നിലവിൽ 5 സെക്ഷൻസ് പഠിച്ചു. 2Aയിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്താണെന്ന് കണ്ടു. അതിനുശേഷം 2Cയിൽ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസിനെ കുറിച്ച് കണ്ടു. അതിനുശേഷം 2Gയിൽ കോഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ച് കണ്ടു. അതിനുശേഷം 2Oയിൽ നോൺ കോഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ച് കണ്ടു. 2Hൽ കംപ്ലൈൻറ്റ് എന്താണെന്ന് കണ്ടു. അതിനുശേഷം ഇപ്പോൾ 2Kയിൽ വാട്ട് ഈസ് ഇൻക്വയറി എന്നതിനെക്കുറിച്ചും കണ്ടു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 2Z ആണ്. 2Zൽ പരാമർശിച്ചിരിക്കുന്നത് എന്താണ് വാറണ്ട് കേസ് എന്നതിൻ്റെ നിർവചനം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് 2Zലാണ്. ഏതെങ്കിലും ഒരു ഒഫൻസിൻ്റെ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ 2 വർഷത്തിലധികമായിട്ട് ശിക്ഷ ലഭിക്കാവുന്ന ഏതൊരു കുറ്റത്തെയും നമുക്ക് വാറണ്ട് കേസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. എന്താണ്? ഒരു ഒഫൻസിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട് ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ 2 വർഷത്തിലധികമായിട്ട് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റത്തെ നമുക്ക് വാറണ്ട് കേസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. വാറണ്ട് കേസിൻ്റെ നിർവചനം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 2Z ആണ്. എന്താണ് വാറണ്ട് കേസ്? ഒരു ഒഫൻസിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട് ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ 2 വർഷത്തിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുമ്പം 5 വർഷം 7 വർഷത്തിലധികം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. 2 വർഷത്തിലധികമായിട്ട് പണിഷ്മെൻറ്റ് ലഭിക്കുന്ന കുറ്റം വാറണ്ട് കേസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു.
അപ്പം നമ്മൾ നിലവിൽ ഏതൊക്കെ സെക്ഷൻസ് നോക്കി? ആദ്യമായിട്ട് നമ്മൾ നോക്കിയത് 2A ആയിരുന്നു. ഓഡിയോ, വീഡിയോ, ഇലക്ട്രോണിക് മീൻസ് എന്താണ്, ദൃശ്യശ്രവ്യ ഇലക്ട്രോണിക് മാർഗത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ കണ്ടത്. അതിനുശേഷം 2Cയിലേക്ക് വന്നപ്പോൾ എന്താണ് ബെയിലബിൾ ഒഫൻസ് എന്നും നോൺ ബെയിലബിൾ ഒഫൻസ് എന്നും നമ്മൾ കണ്ടു. അതിനുശേഷം 2Gയിലേക്ക് വന്നു. അവിടെ നമ്മൾ കണ്ടത് കോഗ്നൈസബിൾ ഒഫൻസ്, എന്താണ് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് എന്നതിനെക്കുറിച്ചാണ് 2Gയിൽ കണ്ടത്. അതിനുശേഷം നമ്മൾ 2O കണ്ടു, നോൺ കോഗ്നൈസബിൾ ഒഫൻസ്. കോഗ്നൈസബിൾ ഒഫൻസിന് നേരെ വിപരീതമായിട്ട് എന്താണ് നോൺ കോഗ്നൈസബിൾ ഒഫൻസ് എന്നതിനെക്കുറിച്ച് കണ്ടു. അതിനുശേഷം നമ്മൾ 2Hയിൽ വന്ന് എന്താണ് കംപ്ലൈൻറ്റ് എന്നതിനെക്കുറിച്ച് പരിചയപ്പെട്ടു. അതിനുശേഷം 2Kയിൽ ഇൻക്വയറിനെ കുറിച്ച് കണ്ടു. ഇപ്പം 2Zൽ നമ്മൾ എന്താണ് വാറണ്ട് കേസ് എന്നതിനെക്കുറിച്ച് കണ്ടു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 2X ആണ്. 2Xലാണ് എന്താണ് സമൻസ് കേസ് എന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. 2Xലാണ് എന്താണ് സമൻസ് കേസ് എന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. വാറണ്ട് കേസ് ഒഴികെയുള്ള മറ്റെല്ലാ കേസുകളെയും നമുക്ക് സമൻസ് കേസായിട്ട് പരിഗണിക്കാം. എന്താണ് വാറണ്ട് കേസ് ഒഴികെയുള്ള മറ്റെല്ലാ കേസുകളെയും നമുക്ക് സമൻസ് കേസായിട്ട് ചെറിയ നമ്മൾ മുമ്പേ പരാമർശിച്ചതുപോലെ തന്നെ നോൺ സീരിയസ് ആയിട്ടുള്ള കേസുകളാണ് ഈ ഒരു സമൻസ് കേസുകളിൽ വരുന്നത്. അപ്പോൾ ഇവിടെ സമൻസ് മാൻഡേറ്ററി ആണ്. ഈ ഒരു കേസ് സമൻസ് കേസിൽ സമൻസ് മാൻഡേറ്ററി ആണ്. അப்புறம் വാറണ്ട് കേസിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് വാറണ്ട് കേസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 2L ആണ്. 2Lൽ പരാമർശിച്ചിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചാണ്. 2Lൽ പരാമർശിച്ചിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു നോൺ ജുഡീഷ്യൽ പ്രൊസീജിയർ ആണ്. എന്താണ് നോൺ ജുഡീഷ്യൽ പ്രൊസീജിയർ ആണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്തിരിക്കുന്ന മറ്റൊരു വ്യക്തി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഇത് നോൺ ജുഡീഷ്യൽ ആയെന്നല്ലേ. ഇവിടെ മജിസ്ട്രേറ്റ് ഇതിൽ പങ്കെടുക്കുന്നില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്തിരിക്കുന്ന ഒരു മറ്റൊരു വ്യക്തിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒരു കുറ്റകൃത്യം നടന്നതായിട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നതോടെയാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രൊസീജിയർ ആരംഭിക്കുന്നത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നതോടെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ആരംഭിക്കുന്നത്. കുറ്റകൃത്യം നടന്നതായിട്ട് ഉറപ്പിക്കുകയും കേസിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്താണ് കുറ്റകൃത്യം നടന്നതായിട്ട് ഉറപ്പിക്കുകയും കേസിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. അതിനുശേഷം എല്ലാ വിധത്തിലുമുള്ള തെളിവ് ശേഖരണങ്ങൾ നടക്കുന്നത് ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ്. എല്ലാ വിധത്തിലുമുള്ള തെളിവ് ശേഖരണങ്ങൾ നടത്തുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. എല്ലാ വിധത്തിലുമുള്ള തെളിവ് ശേഖരണങ്ങൾ ഈ ഒരു പ്രൊസീജിയറിൽ ഉൾപ്പെടുന്നു. എല്ലാ വിധത്തിലുമുള്ള തെളിവ് ശേഖരണങ്ങൾ ഈ ഒരു പ്രൊസീജിയറിൽ ഉൾപ്പെടുന്നു. കുറ്റവാളികൾ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളുടെയും മറ്റാൾക്കാരുടെയൊക്കെ മൊഴിയെടുക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. സെർച്ച് നടത്തുന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അവസാനം മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അവസാനിക്കുന്നത്. അവസാനം മജിസ്ട്രേറ്റിന് ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു 2Lലാണ് ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അവസാനത്തെ സെക്ഷനാണ് 2I. അവസാന സെക്ഷനാണ് 2Iൽ ഇവിടെ പരാമർശിക്കുന്നത് എന്താണ് വിക്ടിമിനെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷനാണ് 2I. നമുക്ക് കോഡൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇര എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ YIR എന്നൊക്കെ എഴുതുമ്പോൾ നമുക്ക് കോഡൊക്കെ ഇട്ട് പഠിക്കാം. 2Iലാണ് വിക്ടിമിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഒരു വ്യക്തിയുടെ പ്രവൃത്തി മൂലം അല്ലെങ്കിൽ കൃത്യവിലോപമോ ഒക്കെ മൂലം ഒരു വ്യക്തിക്ക് നഷ്ടമോ ക്ഷതിയോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന ആളെയും അയാളുടെ ഗാർഡിയൻസിനെയും നമുക്ക് ഇര എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഒരാളുടെ പ്രവൃത്തി മൂലം അല്ലെങ്കിൽ കൃത്യവിലോപമോ ഒക്കെ മൂലം ഒരാൾക്ക് നഷ്ടമോ ക്ഷതിയോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അയാളെയും അയാളുടെ ഗാർഡിയൻസിനെയും നമുക്ക് വിക്ടിംസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഈ ഒരു 10 സെക്ഷൻസ് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈസി ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാവുന്നൊരു മേഖലയാണ് ഈ ഒരു ആദ്യത്തെ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ആ 10 സെക്ഷൻ ഒന്നുകൂടെ ഒന്ന് നോക്കി പോവാം. നമ്മൾ ആദ്യമായിട്ട് കണ്ടത് 2A ആണ്. 2Aയിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് ദൃശ്യ ശ്രവ്യ ഇലക്ട്രോണിക് മാർഗം എന്നതിനെക്കുറിച്ചാണ് 2Aയിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മൾ പോയ സെക്ഷൻ എന്ന് പറയുന്നത് 2C ആണ്. ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസിനെ കുറിച്ചാണ്. എന്താണ് ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്നതിനെക്കുറിച്ചാണ് 2Cയിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മൾ പോയത് 2Gയിലായിരുന്നു. കോഗ്നൈസബിൾ ഒഫൻസ് എന്താണ് കോഗ്നൈസബിൾ ഒഫൻസ് എന്നതിനെക്കുറിച്ചാണ് 2Gയിൽ കണ്ടത്. അതിനുശേഷം നമ്മൾ പോയത് 2Oയിലായിരുന്നു. എന്താണ് നോൺ കോഗ്നൈസബിൾ ഒഫൻസ്. കോഗ്നൈസബിൾ ഒഫൻസിന് നേരെ വിപരീതമായിരുന്നു നോൺ കോഗ്നൈസബിൾ ഒഫൻസ്, അത് കണ്ടു. അതിനുശേഷം നമ്മൾ പോയത് 2Z അല്ല 2Hയിലേക്കാണ്. അതിനുശേഷം നമ്മൾ പോയത് എന്താണ്
കംപ്ലൈൻറ്റ് എന്താണ് കംപ്ലൈൻറ്റ് എന്നതിനെ കുറിച്ചാണ് 2H നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മൾ പോയത് 2Kയിലേക്കായിരുന്നു, എന്താണ് ഇൻക്വയറി. അതിനുശേഷം നമ്മൾ പോയത് 2Z വാറണ്ട് കേസ് എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം 2X പോയി എന്താണ് 2X പോയിട്ട് സമൻസ് കേസിനെ കുറിച്ചും 2Y വിക്ടിമിനെ കുറിച്ചും കണ്ടു. ഓക്കെ, ഇത്രയും സെക്ഷൻസ് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ കടക്കാൻ പോകുന്ന അറസ്റ്റിലേക്കാണ്. ഓക്കെ, അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. BNSSന്റെ സെക്ഷന് 35 മുതൽ 61 വരെയുള്ള സെക്ഷൻസിലാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇനി ആദ്യമായിട്ട് ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 35ാമത്തെ സെക്ഷനാണ്. 35ാമത്തെ സെക്ഷനിൽ പരാമർശിക്കുന്നത് എപ്പോഴാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എപ്പോഴാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കുറേ അധികം റീസൺസ് കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് റീസൺസ് നോക്കാം. ഇതിൽ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ വെച്ചൊരു കോഗ്നൈസബിൾ കുറ്റം നടക്കുന്ന പക്ഷം, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൺമുമ്പിൽ വെച്ചൊരു കോഗ്നൈസബിൾ കുറ്റം നടക്കുകയാണെങ്കിൽ ആ സമയത്ത് വാറണ്ട് കൂടാതെ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ വെച്ച് ഒരാൾ കൊലപാതകം ചെയ്യുക അല്ലെങ്കിൽ ഒരു ആസിഡ് ആക്രമണം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വാറണ്ടിന് വേണ്ടി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഉടനടി ആക്ഷൻ എടുക്കാവുന്നതാണ്. അതാണ് ആദ്യത്തെ റീസൺ ആയിട്ട് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന് കൺമുമ്പിൽ വെച്ചൊരു കോഗ്നൈസബിൾ കുറ്റം നടക്കുന്ന പക്ഷം അദ്ദേഹത്തിന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത സാഹചര്യം എന്ന് പറയുന്നത് 7 വർഷത്തിലോ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം നടന്നതായിട്ട് വിശ്വസനീയമായ ഒരു വിവരം ലഭിച്ച സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പരാതി ലഭിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നടപടിയെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. 7 വർഷത്തിലധികമായിട്ട് 7 വർഷത്തിലോ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം അത് ചെയ്തു എന്നുള്ളൊരു വിശ്വസനീയമായ വിവരം അല്ലെങ്കിൽ മൊഴി കിട്ടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നോക്കുന്നത് ഒരു വ്യക്തി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തി തനിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു കൃത്യവുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കാനിടയുണ്ട് എന്ന സാഹചര്യത്തിലും അദ്ദേഹത്തെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി കൂടുതലായിട്ട് ഇപ്പോൾ ഒരു കുറ്റം ചെയ്ത് നിൽക്കുന്ന, ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്ത് നിൽക്കുന്ന വ്യക്തി പിന്നെയും കൂടുതലായിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി അത്തരം സാഹചര്യങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ കോടതിയെയോ പോലീസ് ഉദ്യോഗസ്ഥനെയോ അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ പിന്തിരിപ്പിക്കാനോ പ്രലോഭിപ്പിക്കാനോ ഒക്കെ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു പക്ഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ ഈ ഒരു പ്രതി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കിയത്? 7 വർഷത്തിലോ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം തന്നെ കൺമുമ്പിൽ ചെയ്യുന്ന പക്ഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കോഗ്നൈസബിൾ കുറ്റം തന്റെ കൺമുമ്പിൽ വെച്ച് നടക്കുന്ന പക്ഷവും അദ്ദേഹത്തിന് കോഗ്നൈസബിൾ കുറ്റത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ കോഗ്നൈസബിൾ കുറ്റമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ പഠിച്ചിരുന്നു. 2Gയിലാണ് എന്താണ് കോഗ്നൈസബിൾ കുറ്റം എന്നതിനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞിരുന്നു CRPCയിലെ ആദ്യത്തെ ഷെഡ്യൂളാണ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ക്ഷമിക്കണം, മുമ്പത്തെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിന് പഠിച്ചതിൻ്റെ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ്. CRPC അല്ല, BNSSലെ BNSSലെ 1ാമത്തെ ഷെഡ്യൂളിൽ പരാമർശിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമത്തിൽ, നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിൽ കോഗ്നൈസബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറ്റങ്ങളെയാണ് കോഗ്നൈസബിൾ കുറ്റങ്ങൾ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. ഞാൻ മുമ്പേ CRPC എന്നായിരുന്നു പറഞ്ഞിരുന്ന എന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. CRPC അല്ല, BNSS ആണ്. ഇനി അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കൃത്യസമയത്ത് അദ്ദേഹം കോടതിയിൽ വരാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന പക്ഷം, ഒരു വ്യക്തി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കോടതിയിൽ കൃത്യസമയത്ത് ഹാജരാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം ഹാജരാകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന ഒരു പക്ഷത്തിൽ അദ്ദേഹത്തെ വാറണ്ട് ഇല്ലാതെ നമുക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഈ ഒരു കോഡ് പ്രകാരമോ അല്ലെങ്കിൽ BNSS പ്രകാരമോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരമോ ഒരു വ്യക്തിയെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ വാറണ്ട് ഇല്ലാതെ നമുക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവർ രാത്രിയിൽ
പോലീസ് പെട്രോളിങ്ങിന് പോകുന്ന സമയത്ത് അർദ്ധരാത്രി 12 മണിക്ക് കുറച്ച് സ്വർണ്ണമായിട്ട് ഒരാൾ അസമയത്ത് നിൽക്കുന്ന കാണുമ്പോൾ അവർക്ക് ആ ഒരു സംശയത്തിന് നിഴലിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. വാറണ്ട് ഇല്ലാതെ എന്താണ് ഒരു വ്യക്തിയുടെ കൈവശം കളവ് മുതലാണെന്ന് സംശയിക്കുന്ന ഒരു വസ്തു കാണുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കസ്റ്റഡിയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്ന സാഹചര്യത്തിലൊക്കെ വാറണ്ട് ഇല്ലാതെ നമുക്ക് അറസ്റ്റ് രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സായുധ സേനയിൽ നിന്ന് ഒളിച്ചോടിയ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യക്ക് വെളിയിൽ വെച്ച് ചെയ്തൊരു ക്രൈം അത് ഇന്ത്യയിൽ പണിഷബിൾ ആണെങ്കിലും അത്തരം ഒരു ക്രൈം ചെയ്തൊരു വ്യക്തിയെ നമുക്ക് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് റിലീസ് ആയിട്ടുള്ളൊരു തടവുകാരൻ അദ്ദേഹം ഏതെങ്കിലും ഒരു വ്യവസ്ഥ ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം കുറച്ച് നിബന്ധനകൾ വെക്കുകയെന്ന് വെച്ചോ, ഇന്ന അഡ്രസ്സിൽ നിന്ന് മാറുവാണെങ്കിൽ പോലീസുകാരനെ ആ ഒരു വിവരം അറിയിക്കണം. അത്തരത്തിലുള്ള നിബന്ധനകൾക്ക് വിധേയനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം ആ ഒരു നിബന്ധനകൾ ലംഘിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ നമുക്ക് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അറസ്റ്റിനായിട്ട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാക്കാലോ രേഖാമൂലമോ ആയിട്ടുള്ള ഒരു അഭ്യർത്ഥന ലഭിക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹത്തെ നമുക്ക് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൽ ഒരു കണ്ടീഷനൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹം ചെയ്ത ക്രൈമും അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് എടുത്തു പറഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് 35ാമത്തെ സെക്ഷനിൽ പരാമർശിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൻ 36 ഈ സെക്ഷൻ 36 പരാമർശിക്കുന്നത് അറസ്റ്റിന്റെ നടപടിക്രമങ്ങളും അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ചുമതലകളെക്കുറിച്ചുമാണ്. അറസ്റ്റിന്റെ നടപടിക്രമങ്ങളും അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ചുമതലകളെക്കുറിച്ചുമാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അറസ്റ്റ് നടത്തുമ്പോൾ ഉദ്യോഗസ്ഥന് അനായാസം തന്നെ തിരിച്ചറിയും വിധത്തിൽ യൂണിഫോം ധരിക്കുകയും അനായാസം തിരിച്ചറിയാവുന്ന ഒരു ID കാർഡ് അദ്ദേഹം ധരിക്കുകയും ചെയ്യേണ്ടതാണ്. അനായാസം തന്നെ മനസ്സിലാവുന്ന വിധത്തിലുള്ള യൂണിഫോമും അതുപോലെ തന്നെ ID കാർഡും അദ്ദേഹം ധരിക്കേണ്ടതാണ്. അടുത്തതായിട്ട് പറയുന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഉദ്യോഗസ്ഥന് ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടതാണ്. ഈ ഒരു അറസ്റ്റ് മെമ്മോറാണ്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ ഒരംഗത്തിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ഒപ്പ് ചെയ്യിക്കുകയും അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളില്ലാത്ത പക്ഷം ആ ഒരു പ്രദേശത്തെ മാന്യനും ബഹുമാന്യനുമായ ഒരു വ്യക്തിയെ കണ്ട് സാക്ഷ്യപ്പെടുത്തി ഒപ്പ് സ്വീകരിക്കേണ്ടതുമാണ്. കുടുംബത്തിലെ അംഗങ്ങളില്ലാത്ത സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു നടപടി സ്വീകരിക്കേണ്ടത്. ഇനി കുടുംബത്തിലെ അംഗങ്ങളല്ല ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ള സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി പറയുന്ന ഒരു വ്യക്തിയെ, അതായത് തൻ്റെ കുടുംബത്തിലെ ഒരു വ്യക്തി അല്ലെങ്കിൽ സുഹൃത്തിനെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ള വിവരം വിളിച്ചറിയിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്ന കാര്യവും ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മെമ്മോറാണ്ടത്തിൽ അറസ്റ്റ് ചെയ്ത വ്യക്തിയും ഒപ്പിട്ടിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷന് 36 പരാമർശിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ ഒരു 1-2 സെക്ഷനിൽ എനിക്ക് തോന്നുന്നു ഞാൻ CRPC എന്ന് കയറി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, BNSSന് പകരം 2Cയിലും 2Gയിലൊക്കെ ഞാൻ CRPCയിലെ ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. CRPC അല്ല, BNSS ആണ്. അതൊന്ന് തിരുത്തി എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.